ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. നമ്മളിന്ന് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 8 മണിയായി കാണിപ്പോൾ. നമ്മളൊരു 7:30 മണിക്കാണ് രാവിലെ 7:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു പെരിന്തൽമണ്ണ ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് ആലോചിച്ചത്. അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. നല്ലൊരു സുഖമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഓക്കെയാണ്, അതുപോലെ ഒരുപാട് ചൂടൊന്നുമില്ല, രാവിലെ നല്ലൊരു കാലാവസ്ഥയായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുറത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരെ ശ്രദ്ധിക്കുമ്പോൾ ഓരോ ആൾക്കാർ കട തുറക്കാനായിരിക്കും, അതുപോലെ ഒരാൾക്കാർ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ നിൽക്കുമായിരിക്കും. അങ്ങനെ ചില ആൾക്കാർ വേറെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ ചെറിയ കുട്ടികൾ മദ്രസയിൽ പോകുന്നത് വരുന്നത്, അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഒക്കെ കാണാം. അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ വിധത്തിലായിരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. ഇതുപോലെ രാവിലെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ രാവിലെ, പ്രത്യേകിച്ച് സ്ത്രീകൾ അധികവും രാവിലെ അടുക്കളയിലായിരിക്കും. നമ്മൾ അടുക്കളയിൽ ഓരോ കാര്യങ്ങളുടെ തിരക്കായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കാണ് ഈ രാവിലെയുള്ള യാത്രകൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. ബോയ്സ് പറഞ്ഞാൽ ഒരു പൊതുവേ അവർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഓരോരോ തിരക്കിൽ അവർ ഡെയിലി മോർണിംഗിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇതിലൊരു ഡിഫറൻസും ഫീൽ ചെയ്യൂല. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെന്നും മോർണിംഗിൽ അടുക്കളയിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് രാവിലെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. അതിനിടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് ഹസ്ബൻഡിൻ്റെ വീഡിയോ പിടിച്ചതാണ്. മൂപ്പര് നല്ല ഹാലിരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ മൂപ്പര് ഒരു വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തംസപ്പ് ചെയ്ത് കാണിച്ചതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം നിലമ്പൂർ ഭാഗത്ത് എത്താനായിട്ടുണ്ട്. ഇത് നിലമ്പൂരുള്ളൊരു പാർക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 മണി സമയം ആവാനായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ നമ്മൾ ഡ്രീം കേക്ക് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ സെയിം കടയിൽ നിന്ന് ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പോകുമ്പോഴും ആ കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കേക്കുകളുടെ ഡെമോ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. കൂടെ അതിൻ്റെ ഒപ്പം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കുകളാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിക്കണില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മൾ വഴിക്കടവ് നാടുകാണി ചുരം കയറാൻ പോവാണ്.
ഇത് നമ്മുടെ വലിയ മോനാണ് കേട്ടോ. അവന് നല്ല ഉറക്കമാണ്. നമ്മൾ ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഒരു ബെഡ് വിട്ട് കൊടുക്കുക ചെയ്യുക. നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ്. ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല യൂസാണ്. കുട്ടികൾ ഉറക്കം വരുമ്പോൾ അവർ ബാക്ക് സൈഡിൽ പോയിട്ട് കിടന്നുറങ്ങും. അവർ എണീറ്റിരിക്കുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ടിലോട്ട് വരും. അവർക്ക് ഉറങ്ങണം തോന്നുമ്പോൾ ബാക്കിൽ പോയി ഉറങ്ങും. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ബെഡ്. അപ്പോൾ അവൻ നല്ല ഉറക്കമാണ്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞ് തമിഴ്നാട് സ്റ്റേറ്റിലെത്തിയിട്ടുണ്ട്. ഇനി ഗൂഡല്ലൂരാണ് നെക്സ്റ്റ്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 11:30 മണിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അവർ രാവിലെ ചായ കുടിച്ച് നല്ല ഉറക്കമാണ്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് കാട് എത്തിയിട്ടുണ്ട്. കാടിലേക്കുള്ള എൻട്രിയാണിത്. മുതുമലൈ ടൈഗർ റിസർവ് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. കണ്ടില്ലേ, മുതുമലൈ ടൈഗർ റിസർവ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളെല്ലാ പ്രാവശ്യം ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ അധികം മാനിനെയാണ് കാണാറുള്ളത്. ഇപ്രാവശ്യം എന്തായാലും മാനിനെയൊന്നും കണ്ടില്ല. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുവഴി പോണത്. കാരണം നമ്മൾ മാനിനെയും അതുപോലെ ആന ഒക്കെ കാണാറുണ്ട്. മാനിനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് കാട് എത്തിയിട്ടുണ്ട്. കാടിലേക്കുള്ള എൻട്രിയാണിത്. മുതുമലൈ ടൈഗർ റിസർവ് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. കണ്ടില്ലേ, മുതുമലൈ ടൈഗർ റിസർവ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളെല്ലാ പ്രാവശ്യം ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ അധികം മാനിനെയാണ് കാണാറുള്ളത്. ഇപ്രാവശ്യം എന്തായാലും മാനിനെയൊന്നും കണ്ടില്ല. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുവഴി പോണത്. കാരണം നമ്മൾ മാനിനെയും അതുപോലെ ആന ഒക്കെ കാണാറുണ്ട്. പ്രാവശ്യം.
കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ, കാതിൽ കൊതിയേറും ഇലാഹിൻ ഹംദിൻ നിശലകൾ, കാണാത്തൊരു ലോകം നീന്തിയ അനുരാഗക്കോള്, കണ്ടൂരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന്. മോഹം ഉയരായ നാടതിലേറാൻ ഉള്ളറിഞ്ഞൊരു നാഥൻ ഓതിൻ്റെ രാവിലതേകി, ഉദരമാകിലും ഉണർവതേതിലും ഉമ്മയാണൻ ലോകം, ഉള്ളറിഞ്ഞെന്നുൾ കരുത്തായി ഉപ്പയാണൻ ചാരേ, കണ്ടൂരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന്. കണ്ണിൻ കോണില് മിന്നുന്നോളത് കൺമണി ഇവളും പെണ്ണിത്, കണ്ടൊന്നു മിണ്ടുവാൻ കാലങ്ങളായി ഞാൻ കാത്തിരുന്നു കണ്ണിവൾ. പലഹാരത്തിരകളും അതിശയ പലവിധമല്ലേ, പലതായി കണ്ട കിനാവുകൾ പതിയെ മെല്ലെ, മാനച്ചിറകേറി വീണ്ടും വീട് മറഞ്ഞല്ലോ, മധുരത്തിരമല്ലേ വീണ്ടും പാടെ മറന്നല്ലോ, കണ്ടൂരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന്. കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ, കാതിൽ കൊതിയെ